ഗുഡ് മോർണിംഗ്. തെർമൽ എഞ്ചിനീയറിംഗ്. തെർമൽ എഞ്ചിനീയറിംഗിൽ പോളിടെക്നിക്കൽ തെർമൽ എഞ്ചിനീയറിംഗ് മൂന്നാമത്തെ മോഡൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം ആൻഡ് സ്റ്റീം ടേബിൾസ്. അതായത് എന്തിനാണ് സ്റ്റീമിന്റെ പ്രോപ്പർട്ടീസ് എന്തിനാണ് നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ വേൾഡ് വൈഡ് പവർ ജനറേഷനിൽ 70% മുകളിലേക്ക് അതിൽ കൂടുതൽ സ്റ്റീം ടർബൈൻസ് ഉപയോഗിച്ചാണ് പവർ ഉണ്ടാക്കുന്നത്. അപ്പൊ സ്റ്റീമിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പഠിക്കാതെ നമ്മൾക്ക് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് സ്റ്റീം പ്രോപ്പർട്ടീസ് പഠിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റീം ജനറേറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യണ പോലെ തന്നെ ഒരു വെള്ളം തിളപ്പിക്കാൻ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കുറെ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റീം ഫോം ആവും. ഇനി നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വെള്ളത്തിലേക്ക് ഹീറ്റ് കൊടുക്കുമ്പോൾ തന്നെ സ്റ്റീം ഫോം ആവുന്നില്ല. കുറെ നേരം വെള്ളം ചൂടായി അതിൽ 100°C ആയി കഴിയുമ്പോഴാണ് സ്റ്റീം പതിയെ ജനറേറ്റ് ചെയ്ത് തുടങ്ങുക. ഈ 100° അച്ചീവ് ആവുന്ന അത്രയും ഹീറ്റിനെ പറയുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റ്. അതായത് ആ വെള്ളത്തിന് അബ്സോർബ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന ഹീറ്റാണ് സെൻസിബിൾ ഹീറ്റ്. ഇനിയും നിങ്ങൾ കുറച്ച് സമയം കൂടി കൊടുക്കുകയാണെങ്കിൽ അത് പതിയെ സ്റ്റീമായിട്ട് ഫോം ചെയ്യും. കണ്ടില്ലേ, രണ്ടാമത്തെ ഇതിൽ സിലിണ്ടറിൽ കാണാം കുറേശ്ശെ സ്റ്റീം ഫോം, അവിടെ 100°യിൽ തന്നെയാണ്. ഇനി കുറച്ചും കൂടി ഹീറ്റ് കൊടുക്കുമ്പോഴത്തേനും സ്റ്റീം പിന്നെ ഫോം ചെയ്യണ്ടാവും. ആ സ്റ്റീമിനകത്ത് കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. അതായത് നമ്മൾ വെള്ളം തിളക്കണതിന്റെ മുകളിൽ കൊണ്ട് കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം, കയ്യിൽ അപ്പോൾ തന്നെ സ്റ്റീമിന്റെ വെള്ളം വന്നിട്ടുണ്ടാവും. ഇനി കുറെ കൂടി വെള്ളം ചൂടായി കഴിയുമ്പോഴത്തേനും ആ വെള്ളം മുഴുവൻ സ്റ്റീമായി. അങ്ങനത്തെ സ്റ്റീമിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവില്ല. അതിനാണ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്ന് പറയുന്നത്. ആ പോയിന്റാണ് നാലാമത്തെ പോയിന്റ്. അപ്പോഴും ടെമ്പറേച്ചർ 100 തന്നെയാണ്, പക്ഷെ ഡ്രൈ സാച്ചുറേറ്റഡ് ആയിരിക്കും. ഇനി നമ്മൾ കുറച്ചും കൂടി ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ സ്റ്റീം ഡ്രൈ സാച്ചുറേറ്റഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഹീറ്റ് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സ്റ്റീമിനെയാണ് ഈ നാലാമത്തെ പോയിന്റിൽ നിന്ന് പിന്നെ പോകുന്ന സ്റ്റീമിനെയാണ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രോപ്പർട്ടി അറിയാം. ആദ്യം നമ്മൾ 0°ന്ന് 20°, അതായത് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൽ എപ്പോഴും ഒരു 20° ഉള്ള വെള്ളം ആയിരിക്കും എടുക്കുന്നത്. 0° ഉള്ള ആരും എടുത്ത് തിളപ്പിക്കാറില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ സാധാരണ പ്രാക്ടിക്കൽ കേസിൽ തുടങ്ങുമ്പോഴത്തേനും ഒരു 20° ഉള്ള വെള്ളം കൊടുക്കും. ആ വെള്ളം ചൂടായി 100° കഴിയുമ്പോഴത്തേനും അതിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. നാലാമത്തെ പോയിന്റ് എത്തുമ്പോൾ ഈ വെള്ളം മുഴുവൻ സ്റ്റീം ആവും. പിന്നെയും അവിടെ നിന്ന് ചൂടാക്കുമ്പോഴത്തേനും സൂപ്പർ ഹീറ്റഡ് ആവും. ഇങ്ങനെയാണ് സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നത്. ഇത് വരച്ചിരിക്കുന്ന പോലെ തന്നെ 100° എന്ന് പറയുന്നത് കുറേ നേരം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 100° കൂടുക. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ പ്രഷർ നമ്മൾ സാധാരണ തിളപ്പിക്കുമ്പോൾ 1 atmospheric പ്രഷറില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് തിളപ്പിക്കുന്നത് അത് 2, 3, 4, 5 ഈ ലൈനിന്റെ പോക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ഡയഗ്രത്തിൽ കാണാൻ പറ്റും. ഇതാണ് ശരിക്കുള്ള അതിന്റെ പ്രോബ്ലം. മറ്റേത് നമ്മളൊരു പിക്ചറിൽ വെറുതെ കാണിച്ചതേ ഉള്ളൂ. ഇതുണ്ട്, ഇങ്ങനെയാണ് വരിക. ഇതുണ്ടല്ലേ, 0°ന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വരുമ്പോഴത്തേനും അതിന് ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്ത് ആ ഹീറ്റിന്റെ പേരാണ് HF. അതിന് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. പിന്നെയും കുറെ നേരം ചൂടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും സിയിലേക്ക് എത്തുമ്പോഴത്തേനും HFG എന്ന് പറയുന്നത്. ഈ പോയിന്റിലുള്ള വാല്യൂന് HFG എന്നാ പറയുക. അതായത് HFും കൂടി കഴിഞ്ഞ് HFG ഹീറ്റും കൂടി കൊടുക്കുമ്പോൾ, നിങ്ങളിപ്പോ ഹീറ്റിന് ഒരു പേര് കൊടുത്തെന്ന് വിചാരിച്ചാൽ മതി. HFG ഹീറ്റും കൊടുക്കുമ്പോഴത്തേനും ഡ്രൈ സാച്ചുറേറ്റഡ് ആയി. പിന്നെ അവിടെ നിന്ന് കുറെ കൂടി കൊടുക്കുമ്പോഴത്തേനും സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനായി. ഇങ്ങനെയാണ് സ്റ്റീം ഫോം ചെയ്യുക. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ടോട്ടൽ ഹീറ്റ് ഓഫ് സ്റ്റീം എന്ന് പറയുമ്പോഴത്തേനും കണ്ടില്ലേ, ഈ HF, HFG പിന്നെ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനിലുള്ള ഹീറ്റ് എത്രയാന്ന് വെച്ചാൽ ആ ഹീറ്റ്, അത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾക്ക് ഫുൾ ഹീറ്റ് കണ്ടന്റ് കിട്ടുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഈ പ്രോപ്പർട്ടീസ് മുഴുവൻ, സ്റ്റീം ജനറേറ്റ് ചെയ്യണം ഓരോ പോയിന്റിലുള്ള പ്രോപ്പർട്ടീസ് മുഴുവൻ നമ്മൾ ഒരു ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് സ്റ്റീം ടേബിൾ എന്ന് പറയുക. ഇപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഒരു HFG, ഇവിടെയുള്ള ഒരു HFGയും ഒരു HFും ഒരു HFGയും ഉണ്ടാവും. അതിനെ നമ്മൾ സ്റ്റീം ടേബിളിലേക്ക് മാറ്റുമ്പോൾ ഇതുണ്ടല്ലേ, ഇപ്പം നമ്മൾ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെങ്കിൽ ഇതുണ്ടല്ലേ
1.98 ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ എടുത്ത ടേബിൾ അതാന്ന് വിചാരിച്ചാൽ മതി. അതിൽ ടെമ്പറേച്ചർ 120. ഒരു എച്ച് എഫ് ഉണ്ടാവും, ഒരു HFG ഉണ്ടാവും, HG എന്ന് പറയുമ്പോൾ HF-ഉം HFG-യും കൂടി കൂട്ടിയ വാല്യൂ ആണ് HG എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സ്പെസിഫിക് എൻട്രോപ്പി, പ്രഷർ, ടെമ്പറേച്ചർ, പിന്നെ സ്പെസിഫിക് വോളിയം, VF-ഉം VG-യും. ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു സ്റ്റീം ടേബിളിൽ കൊടുക്കുക. ഇതിന് ടെമ്പറേച്ചർ ടേബിളും ഉണ്ടാവും, പ്രഷർ ടേബിളും ഉണ്ട്. പ്രഷർ ടേബിൾ എന്ന് പറയുമ്പോഴത്തേനും ഒന്നുമില്ല, നമുക്ക് തരുന്ന പ്രോപ്പർട്ടി ഏതാണെന്നനുസരിച്ച് ടെമ്പറേച്ചർ ടേബിൾ പോലെ തന്നെയാണ് പ്രഷർ ടേബിൾ. ഇനി നമ്മൾക്ക് ഒരു 3 ഫോർമുല അറിയണം. ടോട്ടൽ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ടു റിമെമ്പർ. അതായത് വെറ്റ് സ്റ്റീമിന്റെ ആണെങ്കിൽ ടോട്ടൽ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ HF പ്ലസ് XHFG. എക്സ് എന്ന് പറയുന്ന ഡ്രൈനസ് ഫ്രാക്ഷൻ, അത് എന്താണെന്ന് പറഞ്ഞുതരാം. ഡ്രൈ സ്റ്റീം ആണെങ്കിൽ ഡ്രൈനസ് ഫ്രാക്ഷൻ ഉണ്ടാവില്ല, അത് HF പ്ലസ് HFG എന്ന് പറയും. ഇനി ടോട്ടൽ എൻതാൽപ്പി സൂപ്പർ ഹീറ്ററിലേക്ക് പോവാണ്. ഡ്രൈ സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ എത്തിയ സ്റ്റീമേ സൂപ്പർ ഹീറ്ററിൽ പോകുള്ളൂ. എവിടെയെങ്കിലും സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേനും അതിൽ HF-ഉം HFG എന്ന് പറയുന്ന ഹീറ്റ് അവിടെ ഓൾറെഡി കിടപ്പുണ്ട്. അത് കണ്ടാണ് സൂപ്പർ ഹീറ്ററിലേക്ക് പോവുക. ഇത് രണ്ടും കൂടി കൂടിയ ഹീറ്റ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സൂപ്പർ ഹീറ്ററിന്റെ ഹീറ്റ് അവിടെ വരിക. അപ്പൊ ഈ HF പ്ലസ് HFG പ്ലസ് സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു നമ്മൾ ഏതൊരു വസ്തുവിന്റെയും ഹീറ്റ് കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേനും അതിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ, ഫൈനൽ ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹീറ്റ്. സ്റ്റീമിന്റെ സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു സാച്ചുറേഷൻ ടെമ്പറേച്ചർ, ഇവിടെയുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് വെച്ചാൽ അത് ഇൻറ്റു സൂപ്പർ ഹീറ്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും, അതും കൂടി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് സ്റ്റീമിന്റെ ഹീറ്റ് കിട്ടുക. ഇനി എന്താണ് ഡ്രൈനസ് ഫ്രാക്ഷൻ? ഈ ഒന്നാമത്തെ പോയിന്റ് B തൊട്ട് C വരെ ഇടയിലുള്ള സ്റ്റീം എന്ന് പറയുമ്പോഴത്തേനും വെറ്റ് സ്റ്റീം ആയിരിക്കും. അതായത് ആ സ്റ്റീമിൽ വാട്ടർ പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പൊ സിയിലെത്തുമ്പോഴത്തേനും നമ്മൾക്ക് 1 kg സ്റ്റീം എന്ന് പറയുമ്പോഴത്തേനും ഫുൾ 1 kg ആയി. 1 kg മുഴുവൻ ഡ്രൈ സാച്ചുറേറ്റഡ് ആയി. പക്ഷെ ഇതിനുള്ളിൽ വരുമ്പോഴത്തേനും കണ്ടില്ലേ 1 kg-നേക്കാളും കുറച്ച് ഭാഗം വെറ്റായിട്ട് കിടപ്പുണ്ടാവും. അപ്പൊ അതിന്റെ റേഷ്യോ എന്തുമാത്രം വെറ്റ് ആണെന്ന് അറിയാനായിട്ട് 1 എന്ന് പറയുമ്പോൾ 100% ആണ്. അപ്പൊ അതിന്റെ ഡ്രൈനസ് ഫ്രാക്ഷന്റെ ഫോർമുല ഇതാണ്: X = mg + mg + mf, മാസ് ഓഫ് ആക്ച്വൽ ഡ്രൈ സ്റ്റീം. mg എന്ന് പറയുമ്പോൾ ആക്ച്വൽ ഡ്രൈ സ്റ്റീമിന്റെ മാസ് ഡിവൈഡ് ബൈ മാസ് ഓഫ് വാട്ടർ പാർട്ടിക്കിൾ ഇൻ സസ്പെൻഷന്റെ ഇത് കൂടി പ്ലസ് ചെയ്തിട്ടുള്ള ഡ്രൈ സ്റ്റീമിന്റെ മാസ് ഡിവൈഡ് ബൈ ഡ്രൈ സ്റ്റീം പ്ലസ് മാസ് ഓഫ് വേപ്പർ, മാസ് ഓഫ് വാട്ടർ പാർട്ടിക്കിളിന്റെയും കൂടി മാസ് കൂട്ടുമ്പോഴുള്ള ഡ്രൈനസ് ഫ്രാക്ഷൻ. ഡ്രൈനസ് ഫ്രാക്ഷൻ മിക്കവാറും നമുക്ക് തരും. നമ്മൾ ഇതിന്റെ ഇതൊന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 3 ടൈപ്പ് സ്റ്റീം ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ ഇതല്ലേ, ഇത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലുള്ള ഫോർമേഷനാണ് ഇങ്ങനത്തെ ഒരു ലൈൻ വരിക. അത് 2 ആകുമ്പോഴത്തേനും ഈ ലൈൻ ഇവിടെ നിന്ന് കുറച്ചും കൂടി മുകളിൽ കൂടി പോകും. കണ്ട രണ്ടാമത്തെ P2 കണ്ട P3, അങ്ങനെ ഈ ട്രിപ്പിൾ പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് എത്തുമ്പോഴത്തേനും 374.5 ഡിഗ്രിയും 221.2 ബാർ വരെ എത്തുമ്പോഴത്തേനും പിന്നെ ഒന്നുമില്ല, ലിക്വിഡും വാട്ടറൊക്കെ ഒരുപോലെ ഇരിക്കുന്ന ഒരു പോയിന്റാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുക. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ്. പക്ഷെ ബോയിലർ പോലെയുള്ള വസ്തുക്കളിൽ എപ്പോഴും സീൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൽ നമ്മൾക്ക് പ്രഷർ കൂട്ടിക്കൊണ്ടേയിരിക്കാം. പല പ്രഷറിലുള്ള വാല്യൂസ് നമുക്ക് പഠിക്കേണ്ടി വരും. ഇനി എന്താണ് വെറ്റ് സ്റ്റീം, ഡ്രൈ സ്റ്റീം, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം? ഞാൻ ഇത്ര പറഞ്ഞില്ലേ, അതായത് സെൻസിബിൾ ഹീറ്റ് അബ്സോർബ് ചെയ്തേക്കണ വെറ്റ് സ്റ്റീം വെൻ ദി സ്റ്റീം കണ്ടെയ്ൻസ് മോയ്സ്ചർ ഓർ പാർട്ടിക്കിൾ ഓർ വാട്ടർ ഇൻ സസ്പെൻഷൻ ഈസ് ടേംഡ് ആസ് വെറ്റ് സ്റ്റീം. അതായത് സ്റ്റീമിനകത്ത് വാട്ടർ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന് വെറ്റ് സ്റ്റീം എന്ന് പറയും. ഡ്രൈ സ്റ്റീം അല്ലെങ്കിൽ ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്നും പറയും. അതായത് ഈ വെറ്റ് പാർട്ടിക്കിൾ മുഴുവൻ ഫർദർ ഹീറ്റ്, അതായത് വെറ്റ് സ്റ്റീമിനെ ഒന്നും കൂടി ഹീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അത് സസ്പെൻഡർ പാർട്ടിക്കിൾ മുഴുവൻ, വാട്ടർ പാർട്ടിക്കിൾ മുഴുവൻ സ്റ്റീമായിട്ട് മാറും. ഇനി അതിലേക്ക് കുറച്ചും കൂടി ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആവും. ഡെഫിനിഷൻ പഠിക്കുക. ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ സ്റ്റീമിൽ എന്തുമാത്രം വെറ്റ് സ്റ്റീം ഉണ്ടെന്നുള്ളതിന്റെ ഒരു അളക്കാനുള്ള ഒരു റേഷ്യോ. ഇനി സെൻസിബിൾ എന്താണെന്ന് വെള്ളത്തിന്റെ വാട്ടറിന്റെ ഹീറ്റ് കപ്പാസിറ്റി. അതായത് സെൻസിബിൾ ഹീറ്റ്, അതായത് ഫേസ് ട്രാൻസ്മിഷൻ നടക്കാതെ ഹീറ്റ് അബ്സോർബ് ചെയ്യണത്. അതായത് നമ്മൾ വെള്ളം തിളക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ സ്റ്റീം ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തുമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്ത് അതിനാണ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേനും സെൻസിബിൾ ഹീറ്റ് കഴിയുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഇവാപറേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ആഡ് ചെയ്യണ ഹീറ്റിനാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയാം. പിന്നെ എൻതാൽപ്പി ഓർ ടോട്ടൽ ഹീറ്റ്. എൻതാൽപ്പി
ഓർ ടോട്ടൽ ഹീറ്റ് ഓഫ് സ്റ്റീം എന്ന് പറയുമ്പോഴത്തേനും വെറ്റ് സ്റ്റീമിന്റെ കേസിലാകുമ്പോൾ നമ്മൾ HF പ്ലസ് XHFG. അതായത് സ്റ്റീം ടേബിളിൽ നമ്മൾക്ക് 2 പ്രോപ്പർട്ടീസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും സ്റ്റീം ടേബിളിൽ ഇല്ല. ഇതേണ്ടല്ലേ 1.95 ബാറിലുള്ള ഒരു HFഉം HFGയെ തരുള്ളൂ. നമുക്ക് നോക്കാം. ഇതുണ്ട് ഈ പോയിന്റിലുള്ളത് HFഉം ഇത് HFG. ആ സ്റ്റീം ടേബിളിൽ ഈ ഭാഗത്തുള്ള ഓരോ HFGയും എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തീരില്ല. അതുകൊണ്ടാണ് ഈ സാച്ചുറേറ്റഡ് കണ്ടീഷനിലുള്ള HFG വാല്യൂ മാത്രം അവിടെ കൊടുക്കും. അതിന്റെ കൂടെ ഡ്രൈനസ് ഫ്രാക്ഷൻ ഇട്ട് ഗുണിക്കണം. എങ്ങനെ? നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുകയാണ് സ്റ്റീം ഈസ് വെറ്റ് എന്ന് പറയുമ്പോൾ മാത്രമേ ഡ്രൈനസ് ഫ്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അത് ഓർത്തിരിക്കുക. ഡ്രൈ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും ഡ്രൈനസ് ഫ്രാക്ഷൻ 1 ആയിരിക്കും. സൂപ്പർ ഹീറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും ഡ്രൈനസ് ഫ്രാക്ഷൻ 1 കഴിഞ്ഞ് പിന്നെ ഹീറ്റ് കണ്ടന്റ് കൂടുതലുണ്ടെന്നുള്ളൂ. അപ്പോഴും ഡ്രൈനസ് ഫ്രാക്ഷൻ 1 ആയിരിക്കും. എവിടെയെങ്കിലും ചോദ്യത്തിൽ വെറ്റ് സ്റ്റീം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക അവിടെ ഡ്രൈനസ് ഫ്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഉള്ള ഫോർമുല എന്ന് പറയുമ്പോൾ HF പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻറ്റു HFG. ഇനി ഡ്രൈ സാച്ചുറേറ്റഡ് കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്നാണ് പറയണമെങ്കിൽ കണ്ടില്ലേ, ഡ്രൈ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ HF പ്ലസ് HFG ആയിരിക്കും. ഇതിനെ നമ്മൾ സ്റ്റീം ടേബിളിൽ HG എന്ന് എഴുതാറുണ്ട്. അപ്പൊ HG നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതിയാലും സെയിം ആണ്. പിന്നെ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേനും ഈ T എന്ന് പറയണത് സ്റ്റീം ടേബിളിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. T സൂപ്പർ ഹീറ്റഡ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. ഈ 3 ഫോർമുലയും പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എങ്ങനെ ചെയ്യാമെന്നറിയാം. ഇനി എന്താണ് സ്പെസിഫിക് വോളിയം? Specific volume. The volume occupied the steam per unit mass of mass at a given temperature and pressure is expressed in meter cube by kilogram. അതായത് 1 കിലോഗ്രാം സ്റ്റീമിന് ഓക്യുപ്പൈ ചെയ്യാൻ എന്തുമാത്രം സ്പേസ് വേണം, അതിനാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. ഇനി സ്റ്റീം ടേബിൾ എന്ന് പറയുമ്പോഴത്തേനും ഓരോ പ്രഷറിനും കറസ്പോണ്ട് ആയിട്ടുള്ള HF, HFG, VG, VF സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് എൻട്രോപ്പികൾ SFG, പിന്നെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ, പ്രഷർ, ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ സ്റ്റീം ടേബിൾ എന്ന് പറയുമ്പോൾ. സ്റ്റീം ടേബിൾ എന്ന് പറയുമ്പോഴത്തേനും 3 ടൈപ്പ് പേജുകൾ ഉണ്ടാവും. നമുക്ക് പ്രഷർ ടേബിൾ ഉണ്ടാവും. ചോദ്യത്തിൽ തന്നിരിക്കുന്ന പ്രഷർ ആണെങ്കിൽ നമ്മൾക്ക് കണ്ടില്ലേ പ്രഷർ ഇവിടെ എഴുതിയിട്ടുണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ്. ഇനി ടെമ്പറേച്ചർ ടേബിൾ ആണെങ്കിൽ ആദ്യം ടെമ്പറേച്ചർ ആയിരിക്കും തന്നിരിക്കുക, അവിടെ നിന്ന് പ്രഷർ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് വരും. ഇനി സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾക്ക് ഇതുണ്ടല്ലേ, ഇവിടെ പ്രഷർ തന്നിട്ടുണ്ടാവും, അവിടെ നിന്ന് ടെമ്പറേച്ചറിലുള്ള ഓരോ ഇതിലുള്ള എൻതാൽപ്പി അല്ല സ്പെസിഫിക് വോളിയത്തിന് വേണ്ടി വേറെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. സൂപ്പർ ഹീറ്ററിൽ ഈ സ്പെസിഫിക് വോളിയമാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരെണ്ണം സ്പെസിഫിക് എൻതാൽപ്പി, സ്പെസിഫിക് വോളിയം ടേബിൾ ഉണ്ടാവും. സ്പെസിഫിക് വോളിയം ടേബിൾ ഉണ്ടാവും, സൂപ്പർ ഹീറ്ററിന് സ്പെസിഫിക് വോളിയം ടേബിൾ ഉണ്ടാവും, ഒരു സ്പെസിഫിക് എൻതാൽപ്പി ഉണ്ടാവും. ഇതല്ലേ സ്റ്റീം ടേബിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം ലൈക്ക് ഇറ്റ്സ് ടെമ്പറേച്ചർ, സെൻസിബിലിറ്റി, ലേറ്റന്റ് ഹീറ്റ്, ഇവാപറേഷൻ, എൻതാൽപ്പി, ടോട്ടൽ ഹീറ്റ്, സ്പെസിഫിക് വോളിയം, എൻട്രോപ്പി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ടേബിളിലേക്ക് നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പൊ അത് 3 ടൈപ്പ് ഉണ്ട്: പ്രഷർ ടേബിൾ, ടെമ്പറേച്ചർ ടേബിൾ, പിന്നെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിന്റെ ഒരു സ്പെസിഫിക് വോളിയം ടേബിളും സ്പെസിഫിക് എൻതാൽപ്പി ടേബിളും. ഇനി എങ്ങനെയാണ് ഒരു പ്രോബ്ലം നമ്മൾ എങ്ങനെ സാധാരണ ടിപ്പിക്കൽ ഒരു പ്രോബ്ലം എങ്ങനെ വരിക എന്ന് നമുക്ക് നോക്കാം. Calculate the enthalpy of a steam 1 kg with a pressure of 8 bar with dryness fraction 0.8. How much heat would be required to raise 2 kg of the steam from water at 20 degrees Celsius? അതായത് 1 kg ഉള്ള വിത്ത് എ പ്രഷർ 8 bar dryness fraction 0.8 steam 1 kg of steam pressure 8 bar 0.8 dryness. How much heat would be required to raise 2 kg of this steam from water at 20 degrees Celsius?
അതായത് 2 kg സ്റ്റീം ജനറേറ്റ് ചെയ്യാൻ 20 ഡിഗ്രി ഉള്ള വെള്ളമാണ് നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം ബാർ പ്രഷർ ടേബിൾ എടുക്കണം. പ്രഷർ ടേബിളിൽ എടുത്തിട്ട് അതിൽ നമ്മൾക്ക് തന്നിരിക്കുന്നത് 8 ബാർ തന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, 8 ബാറിന് പകരം ഞാൻ ഇവിടെ 8.924 ആണ്. നമുക്ക് അങ്ങനെ എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതിന്റെ ആവറേജ് എടുത്തിട്ട് എടുക്കേണ്ടി വരും. തൽക്കാലം 8.92 എടുക്കുക. അതിൽ HF-ഉം HFG-യും 741-ഉം 2030 ആണ്. നമുക്ക് ഡ്രൈനസ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് 0.8. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ വെറ്റ് സ്റ്റീം ആണ്. അപ്പൊ നമ്മൾക്ക് HG എന്ന് പറയുമ്പോൾ HF പ്ലസ് XHFG. ഇപ്പൊ സ്റ്റീം ടേബിളിൽ ഒരു HG കൊടുത്തിട്ടുണ്ട്. ഈ HG എന്താന്ന് പറഞ്ഞാൽ ഡ്രൈ സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടി എഴുതിയിരിക്കുന്നത് ഇവിടെ ഇപ്പൊ ഡ്രൈനസ് ഫ്രാക്ഷൻ ഉണ്ട്. അപ്പൊ കണ്ടില്ലേ, HG എന്ന് പറയുമ്പോൾ 720 പ്ലസ് 0.8 ഇൻറ്റു 2046. ഇതിൽ ചെറിയ വ്യത്യാസം വന്നേക്കുന്നത് ഈ നമ്മൾ എടുക്കുന്ന സ്റ്റീം ടേബിളിലുള്ള വാല്യൂസിന്റെ വ്യത്യാസമാണ്. ഞാനിപ്പോ ഒരു ഡൗൺലോഡ് ചെയ്തെടുത്ത പേപ്പർ, അതുകൊണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും, കുഴപ്പമില്ല. ഇപ്പൊ 0.8 എന്ന് പറയുമ്പോഴത്തേനും 1 കിലോഗ്രാം സ്റ്റീം ജനറേറ്റ് ചെയ്യാനായിട്ട് 2358 കിലോ ജൂൾ പെർ കിലോഗ്രാം എൻതാൽപി ഹീറ്റ് വേണം. ഹീറ്റ് റിക്വയർഡ് ടു റൈസ് 2 kg ഓഫ് ദി സ്റ്റീം അറ്റ് വാട്ടർ 20 ഡിഗ്രി. അതായത് 20 ഡിഗ്രിയുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇത് ഈ എൻതാൽപി കാൽക്കുലേറ്റ് 0 ഡിഗ്രിയിൽ നിന്ന് 100 ഡിഗ്രി കയറി വന്നിരിക്കുന്ന സ്റ്റീമിന്റെ കാര്യമോ. ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന് 20 ഡിഗ്രി ഉണ്ട്. അപ്പൊ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിക്വയർഡ് പെർ സ്റ്റീം എന്ന് പറയുമ്പോഴത്തേനും 4.2 ഇൻറ്റു 20. അപ്പോൾ 484. 4.2 സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു 20. 84 കിലോ ജൂൾ ഹീറ്റ് ഇപ്പൊ വെള്ളത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് റിക്വയർഡ് റൈസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ 0 ഡിഗ്രി എന്നുള്ളതാണ് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് 84 കുറയ്ക്കണം. ഉപയോഗിച്ച വെള്ളത്തിൽ 84 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് 1 കിലോഗ്രാം സ്റ്റീം 2 kg എന്ന് പറയുമ്പോൾ ഇൻറ്റു 2. അടുത്തൊരു പ്രോബ്ലം. ഡിറ്റർമൈൻ ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 kg ഓഫ് സ്റ്റീം അറ്റ് എ പ്രഷർ ഓഫ് 6 ബാർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 25 ഡിഗ്രി അണ്ടർ ദി ഫോളോയിങ് കണ്ടീഷൻ. അതായത് ഡിറ്റർമൈൻ ദി ക്വാണ്ടിറ്റി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1 kg ഓഫ് സ്റ്റീം അറ്റ് എ പ്രഷർ ഓഫ് 6 ബാർ അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 25 ഡിഗ്രി അണ്ടർ ദി ഫോളോയിങ് കണ്ടീഷൻ. When a steam is wet having dryness fraction 0.9, when steam is dry saturated, when is superheated at a 250 degree assuming mean specific heat of superheated steam is 2.3. ഇവിടെ തന്നിരിക്കുന്നത് 25 ഡിഗ്രി എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ. 25 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള ഒരു വെള്ളമാണ് കൊടുക്കുന്നത്. സാധാരണ പ്രാക്ടിക്കൽ കേസിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഒരു 0 ഡിഗ്രി ആയിരിക്കില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് 0 ഡിഗ്രിയിൽ നിന്ന് സ്റ്റീം ഫോർമുലേറ്റ്. അപ്പൊ ആദ്യത്തെ കേസ് നോക്കാം. when steam is wet having dryness fraction 0.9 എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇതുണ്ടല്ലേ 6 ബാറിലുള്ള കണ്ടില്ലേ, 6 ബാറിൽ 0.9 ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും പ്രഷർ ടേബിൾ എടുക്കുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ടേബിൾ എടുത്താലും മതി. ഇതുണ്ടല്ലേ 6 ബാറുള്ള ഭാഗം എടുക്കുക. ഇവിടെ പ്രഷർ ടേബിൾ എടുത്താലും കുഴപ്പമില്ല, പ്രഷർ ഇപ്പുറത്ത് വരും എന്നുള്ള, ടെമ്പറേച്ചർ ഇവിടെയും വരും, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ 6 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് 675 HF-ഉം 2081 HFG ഉണ്ട്. നമ്മള് അപ്പൊ ഒന്ന് ആലോചിക്കുക. അപ്പൊ 670 ഇൻറ്റു ഡ്രൈനസ് ഫ്രാക്ഷൻ 0.98 ഇൻറ്റു 280, ഇത്രയും ഹീറ്റ് കൊടുത്തിട്ടാണ് 0 ഡിഗ്രിയിൽ നിന്ന് സ്റ്റീം ഫോം ചെയ്യുന്നത്. അപ്പോ ഡ്രൈനസ് ഫ്രാക്ഷൻ ഉള്ളപ്പോൾ നമുക്ക് വേണ്ട സ്റ്റീം ഫോം ചെയ്യാനായിട്ട് 2546 കിലോ ജൂൾ വേണം. ഇനി സിൻസ് ദി വാട്ടർ ഈസ് അറ്റ് ടെമ്പറേച്ചർ 25 ഡിഗ്രി, വെള്ളത്തിന് 25 ഡിഗ്രി ഉണ്ട്. അപ്പൊ നമ്മുടെ ഹീറ്റ് എന്ന് പറയുമ്പോൾ 4.2 ഇൻറ്റു 25 സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു 25 105 ഡിഗ്രി. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഹീറ്റ് റിക്വയർഡ് ആക്ച്വലി എന്ന് പറയുമ്പോൾ 2546 ഇൻറ്റു -105 എന്ന് പറയുമ്പോൾ 2441 കിലോ ജൂൾ, ഇത്രയും മതി. പിന്നെന്നാ വെൻ സ്റ്റീം ഈസ് ഡ്രൈ സാച്ചുറേറ്റഡ്, സ്റ്റീം ഡ്രൈ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും ഡ്രൈനസ് ഫ്രാക്ഷൻ ഇല്ല. HF-ഉം HFG-യും കൂടി കൂടുമ്പോ ഡ്രൈ സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോഴത്തേനും HF HFG-യും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മതി. ഡ്രൈനസ് ഫ്രാക്ഷൻ ഇല്ല, അതും കൂടി കൂട്ടുമ്പോൾ 2. അതിൽ നിന്നും നമ്മൾ ഈ 105 കുറക്കണം. അപ്പോഴാണ് പിന്നെ എൻതാൽപി ഓഫ് 1 kg ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയുമ്പോൾ കണ്ട നമുക്ക് HG ഡയറക്റ്റ് എഴുതാം, കാരണം ഡ്രൈ സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞിട്ടാണ് സൂപ്പർ ഹീറ്റഡ്. സ്പെസിഫിക് ഹീറ്റ് നമ്മൾക്ക് തന്നിട്ടുണ്ട്
എത്രയാ സ്പെസിഫിക് ഹീറ്റ്? 2.3 കിലോ ജൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2.3. അപ്പോൾ നമ്മൾക്ക് ഇത് 2755.4 മൈനസ് 2 ഇൻറ്റു 158 എന്ന് പറയുമ്പോഴത്തേനും സ്റ്റീം ടേബിളിലുള്ള 158, ഇവിടെ 160 കൊടുത്തിരിക്കുന്നത്. 158 ചില സ്റ്റീം ടേബിളിൽ. അപ്പൊ 150, നിങ്ങൾക്ക് ഏത് സ്റ്റീം ടേബിളിൽ എത്ര വെച്ചാൽ 158. ഇനി 158 ഇതുണ്ടല്ലേ, സൂപ്പർ ഹീറ്റഡ് പ്രഷർ അറ്റ് 250 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 250 ടി സൂപ്പർ ഹീറ്റഡ്. അപ്പൊ 250 മൈനസ് 158 കൂടി മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 2965.16 കിലോ ജൂൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അടുത്ത പ്രോബ്ലം, determine the condition of the steam in the following cases: at a pressure of 10 bar and temperature 200°, at a pressure of 10 bar and specific volume 0.175 meter cube per kilogram. അതായത് 10 ബാറും 200°യിലും സ്റ്റീമിന്റെ കണ്ടീഷൻ എന്താണ്? സ്റ്റീമിന് 3 കണ്ടീഷനേ ഉള്ളൂ: വെറ്റ്, ഡ്രൈ, സൂപ്പർ ഹീറ്റഡ്. ഇത് ഏത് കണ്ടീഷൻ ആണെന്ന് നമ്മൾ 10 ബാറിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ബാർ തന്നിട്ടുണ്ട്. അപ്പൊ 10 ബാറിലുള്ള പ്രഷറോ ടെമ്പറേച്ചർ ടേബിളോ എടുക്കുക. ഇതുണ്ടല്ലേ, 10 ബാറിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ടെമ്പറേച്ചർ 180 അപ്പൊ 180° വരെ 10 ബാറിൽ കിട്ടുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നത് 200°. ഇതിനർത്ഥം എന്താ? ഇതിനർത്ഥം എന്ന് പറഞ്ഞാൽ സ്റ്റീം സൂപ്പർ ഹീറ്റഡ് ആണ്. 10 ബാറും 180 വരുള്ളൂ. അവിടെ 200 എന്ന് പറയുമ്പോഴത്തേനും, അപ്പൊ 180 മൈനസ് 200 എന്ന് പറയുമ്പോഴത്തേനും ഈ 20.1 179 പഴയ ഞാൻ ഡൗൺലോഡ് ചെയ്ത സ്റ്റീം ടേബിളിന് ചെറിയ വ്യത്യാസമുണ്ട്. 179 മൈനസ് 200 20.1°C സൂപ്പർ ഹീറ്റഡ് ആണ് കണ്ടീഷൻ. ഇനി അടുത്തത്, പ്രഷർ ഓഫ് 10 ബാർ ആൻഡ് വോളിയം 0.175. നമ്മൾക്ക് സ്പെസിഫിക് വോളിയം നോക്കാം. രണ്ടാമത്തെ കണ്ടീഷനിൽ സ്പെസിഫിക് വോളിയം കണ്ട 0.193. 10 ബാറിൽ 0.193 സ്പെസിഫിക് വോളിയം, സാച്ചുറേറ്റഡ് സ്പെസിഫിക് വോളിയം 0.193. 0.175 ആയിട്ടുള്ളൂ. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ സ്റ്റീം ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടില്ല. അപ്പോൾ ഡ്രൈ സാച്ചുറേഷൻ സ്റ്റീം ഈസ് വെറ്റ് ആൻഡ് ഡ്രൈനസ് ഫ്രാക്ഷൻ. ഡ്രൈനസ് ഫ്രാക്ഷൻ ഉള്ള സ്റ്റീമാണ്. അപ്പൊ 0.175 ഡിവൈഡ് ബൈ 0.194. അവിടെ ഉള്ള ഒറിജിനലുള്ള ഉണ്ടാവുന്ന സ്പെസിഫിക് വോളിയം നമുക്ക് തന്നിരിക്കുന്ന സ്പെസിഫിക് റേഷ്യോ എടുക്കുമ്പോഴത്തേനും 0.9 വെറ്റ് ആണ്. സ്റ്റീം ടേബിൾ വെച്ചുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അതിലൊരു കാര്യം ആലോചിക്കുന്നത്, നമ്മൾക്ക് കിട്ടുന്ന സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടുന്ന പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ 0°യിലുള്ള വെള്ളം ചൂടാക്കി എടുക്കുന്നതാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു 20°, 25° ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിലുള്ള ഹീറ്റ് കണ്ടന്റും കൂടി മൈനസ് ചെയ്യണം. എന്തിനെങ്കിലും ഹീറ്റ് കണ്ടന്റ് എന്ന് പറയുമ്പോഴത്തേനും മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇത്രയും ആയി കഴിയുമ്പോഴത്തേനും സ്റ്റീം ടേബിൾ എങ്ങനെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം.